ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇടയ്ക്ക് അമ്മയെ കൊണ്ടായിരുന്നു ചെയ്യിക്കുന്നത്. ഞാനിപ്പോൾ കുക്കിംഗ് കുറേ കാലമായി ചെയ്തു. അപ്പം ഞാൻ ഇന്ന് ഒരു ഹൈദരാബാദി ഡിഷ് ഉണ്ടാക്കുവാണ്. അണ്ടക്കി കീര എന്ന് പറയുന്നൊരു സാധനമാണ്. അത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ്. ഒരു ഡിഫറെൻ്റ് ഒരു സാധനം. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം എനിക്കിഷ്ടമുള്ള സാധനം. കണ്ടു ഒരു ഡിഫറെൻറ്റ് സാധനം ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മൾ അതെ കുക്കിംഗ് തുടങ്ങാൻ പോകണം. ഞാൻ ഇവിടെ എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 സവോള എടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ ഒണിയനും ഒരു കുഞ്ഞൊണിയനും. അത് 3 ഒണിയൻ എടുത്തിട്ടുണ്ട്. ഒരു കൊച്ചു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുളക് പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കറിവേപ്പില വേണം. പിന്നെ ഞാൻ മല്ലിയില ആവശ്യമുണ്ട്. ഉള്ളവരിട്ടാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അത് ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കുക. ഇപ്പോൾ നമ്മളെല്ലാം വിഷമടിച്ച് വരുന്നുണ്ടെന്ന് സെറ്റ് ആയിക്കോട്ടെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, കുരുമുളക് പൊടി. പിന്നെ നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ചാൽ മതി. നമുക്ക് നല്ല നാടൻ നെയ്യുണ്ട്. അപ്പോൾ ഞാൻ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോഴത്തെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ, നെയ്യിട്ടു. നെയ്യ് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് അപ്പോൾ നെയ്യ് നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒണിയൻ ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ ഒണിയൻ മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഒണിയനൊന്ന് നന്നായിട്ട് നമ്മൾ ഇളക്കി സെറ്റായി ഒരു യെല്ലോയിഷ് കളറാണ് കേട്ടോ. ഒരു യെല്ലോ കളർ, ഗോൾഡൻ യെല്ലോ കളറാകട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇതാകട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇടാറായിട്ടില്ല കണ്ടോ. കുറച്ചും കൂടെ ഒരു ഗോൾഡൻ കളർ ആകണം. ആയി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് കണ്ട ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സോൾട്ട് ഇട്ട് കൊടുത്തു. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ടീസ്പൂണിൻ്റെ അത്ര മതി മഞ്ഞൾപ്പൊടി. പിന്നെ മുളക് പൊടി 1 സ്പൂൺ ഇട്ടോ മുളക് പൊടി. പിന്നെ പെപ്പർ, കുരുമുളക് പൊടി ആവശ്യത്തിന് അതും ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ടിടാം. ഇതിലേക്ക് നമ്മൾ ആദ്യമേ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ലേശം വെള്ളം മതി. കുറച്ചും കൂടെ കുഴപ്പമില്ല. ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ സാധാരണ ഒഴിക്കാറുള്ളത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില പിച്ചി ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഓരോരുത്തരുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് കൊടുക്കുക. ഞാനൊരു ചെറിയ 3 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. ഞാൻ ഇത്ര ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി അതാണ് ഇട്ടത്. പിന്നെ നിങ്ങൾക്ക് സവോളയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഗാർലിക് പേസ്റ്റ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് ആ ടേസ്റ്റ് ഒന്ന് കിട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മസാല നമ്മളെല്ലാം ഈ പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇടുന്നത്. ആദ്യം വേണമെങ്കിൽ അങ്ങനെ ഇടാൻ നിങ്ങൾക്ക് കേട്ടോ, കുഴപ്പമില്ല. എനിക്ക് ആ ഫ്ലേവർ എടുത്തിരിക്കുന്നത് എനിക്കിഷ്ടം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് 2 രീതിയിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതാണ് ഇച്ചിരി കൂടെ ഫ്ലേവർ എടുത്തിരിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു കൊച്ചു തക്കാളിയാണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു മുളക്.
ഇത് നമ്മൾ കുറച്ചൊന്ന് അടച്ചു വെച്ചൊന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്കാണ് നമ്മളിത് നമ്മളിത് ഇങ്ങനെ എടുക്കുക. കോഴിമുട്ടയാണ്. നമ്മൾ ബുൾസേക്ക് ഇടുന്ന പോലെ ഒരു മുട്ട, രണ്ടാമത്തെ രണ്ട് മുട്ട, മൂന്നാമത്തെ മുട്ടയും നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഓക്കെ. ഇനി അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. ഒരു 15 സെക്കൻഡ് നമുക്കൊന്ന് അടച്ചു വെക്കാം. 15-20 സെക്കൻഡ് ഒന്ന് അടഞ്ഞിരുന്നോട്ടെ. ഇങ്ങനെ കിടക്കണം. നമുക്ക് ഈ മുട്ടയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ പൊട്ടിച്ചു കൊടുക്കണേ. എന്താ ഇങ്ങനെ എന്നാൽ മതി. ഓക്കെ. ഇനി ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് വേണേൽ, ഞാനിപ്പോൾ മുളക് അത്യാവശ്യം ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ മുളക് ഇനി ചേർക്കുന്നില്ല. മല്ലിയില, ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ കുറച്ച് ഫ്രൈ ആകാൻ വേണ്ടി മേളത്തെ ഭാഗം ഒന്ന് അതിനുവേണ്ടി കുറച്ചൊരു അടച്ചു വെക്കുക. നമ്മൾ നോക്കി നിൽക്കുക ഫ്രൈ ആകുന്നതൊന്ന്. സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമല്ലോ, നമ്മൾ ബുൾസി എടുക്കുമ്പോൾ സൈഡ് ഫ്രൈ ആവുന്ന പോലെ. ഓക്കെ. നമ്മളിതിൻ്റെ സൈഡിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണേ. കാര്യം ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ലേശം വെള്ളം സൈഡ് വഴി മതി. ഒന്ന് അടച്ചു വെച്ചൊന്ന് വെന്ത് വന്നോട്ടെ എഗ്ഗ്. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഹൈദരാബാദി അണ്ടേക്ക കൻഗീന റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സൈഡാണ് കേട്ടോ. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ നാൻ്റെ കൂടെയോ പുരിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇതേ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മസാലയൊക്കെ ഇത് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇതാണ് ഐറ്റം. കണ്ടോ, ഒരു നല്ല ടേസ്റ്റി ഒരു ഐറ്റമാണ്. പിന്നെ നമ്മുടെ ഈ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഇഷ്ടമുള്ളവർക്ക് കൊള്ളാം. നമ്മുടെ നാട്ടിലൊരു ഐറ്റം അല്ലാത്തതുകൊണ്ടൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ഐറ്റം. നേരെ ഒരു ചപ്പാത്തി എടുക്കുക, അത് വെച്ച് മുറിക്കുക, ഇതിങ്ങനെ കിള്ളിയെടുക്കുക, കഴിക്കുക. അടിപൊളി ഐറ്റമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒരു സോസ് വെച്ചുള്ളൊരു ഐറ്റം ഉണ്ട്. അതൊന്ന് സത്യം പറഞ്ഞാൽ ഞാൻ സോസ് വെച്ചുള്ള ട്രൈ ചെയ്ത് നോക്കിയില്ല ഇതുവരെ. ഞാൻ ഇത് മാത്രം ഉണ്ടാക്കി കഴിക്കാറുള്ളൂ. സോസ് വെച്ചുള്ള ഞാൻ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇടുന്നതാണ്. സോസ് വലിയ പാടൊന്നുമില്ല. ഒരു ഇച്ചിരി 2-3 ഗാർലിക്കും മുളക് പൊടിയും ഉപ്പും മാത്രം മതി. അത് വെച്ചൊരു ഐറ്റമാണ്. ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അമ്മയും മോനും അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. ബൈ, ടേക്ക് കെയർ.